പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേൽക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ചാപ്റ്റർ 3 verse 5. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്ന് പ്രഭാതത്തിൻ്റെ എൻ്റെ ധ്യാനത്തിൽ എന്നെ ധൈര്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് വളരെ ശക്തി പകർന്നൊരു വചനം കൂടിയാണ് പ്രിയപ്പെട്ടവരെ. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. ആ ഉപവാസത്തിൽ ചെറിയവരും വലിയവരും ഒരുപോലെ രട്ടെടുത്തു. നമുക്കറിയാവുന്നൊരു ഭാഗമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവസ്ഥനിൽ ഉപവസിക്കുവാനായിട്ട് ഒരു തീരുമാനം ആ പട്ടണക്കാരെടുത്തപ്പോൾ അവിടെ കണ്ടത് എന്താണെന്നറിയാമോ? അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അവർ അവരുടെ പ്രവർത്തികളിൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം സഹതപിച്ച് അത് വരുത്തിയതില്ല. അപ്പം ചിലത് വരുമെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തയ്യാറായാൽ, ചിലത് വരുന്നുണ്ടെങ്കിൽ, ചില വിഷയങ്ങൾ വന്നെങ്കിൽ അത് നീങ്ങിപ്പോകുവാൻ ദൈവസന്നിധിയിൽ അത് പ്രാർത്ഥനയോടെ, എന്താണ്, ഇരട്ടിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. അത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാർത്ഥനയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ ആത്മതപരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉപവാസത്തോട് ചേർന്ന് നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രട്ടെടുക്കാനായിട്ട് തയ്യാറുള്ള, ഏറ്റുപറയാൻ തയ്യാറുള്ള, പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ആ വരുമെന്ന് പറഞ്ഞ വന്ന വിഷയത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവദാസനെ, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ അതേ സ്തോത്രം, അതേ കുഞ്ഞെ, നിനക്ക് വന്നതിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. എന്താണ്? ഉപവസിക്കുവാൻ അവർ തീരുമാനിച്ചപ്പോൾ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉപവസിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവരെ വിടുവിച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും വൃഥാവല്ല കേട്ടോ. കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടുകൂടി ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും വൃഥാവല്ല. ദൈവം ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ശക്തീകരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.